ഒന്നാമത്തെ 19-ാം ശ്ലോകത്തിൻ്റെ വിവർത്തനവും ഭാവാർത്ഥവും വായിക്കാം. എന്നെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെന്ന് നിസ്സംശയം അറിയുന്നവർ എല്ലാം അറിയുന്നവരാണ്. ഹേ ഭാരത, അതുകൊണ്ട് അവർ എൻ്റെ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നു. ഭാവാർത്ഥം: ജീവസത്തകളുടെയും നിരപേക്ഷ തത്വത്തിൻ്റെയും മൂലസ്വരൂപത്തെപ്പറ്റി താത്വികങ്ങളായ പല ഊഹോപോഹങ്ങളുണ്ട്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ തീർത്തു പറയുന്നു, ശ്രീകൃഷ്ണൻ തന്നെ പരമപുരുഷൻ എന്നറിയുന്നവരാണ് പരിപൂർണ ജ്ഞാനം സിദ്ധിച്ചവർ. അല്പജ്ഞാനി നിരപേക്ഷ തത്വത്തെപ്പറ്റിയുള്ള ഊഹോപോഹങ്ങളിൽ മുഴുകി സമയം പാഴാക്കുന്നു. ജ്ഞാനസിദ്ധനാകട്ടെ സമയം പാഴാക്കാതെ നേരെ കൃഷ്ണാവബോധത്തിലൂടെ ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നു. ഭഗവത്ഗീതയിൽ ഉടനീളം ഈ ഒരു സത്യത്തെയാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും ചില ഭഗവത്ഗീത വ്യാഖ്യാതാക്കൾ നിരപേക്ഷ തത്വവും ജീവാത്മാവും ഒന്ന് തന്നെയെന്ന് വാശി പിടിക്കുന്നു. വേദജ്ഞാനത്തെ ശ്രുതി അഥവാ കേട്ടറിയേണ്ടത് എന്ന് പറയുന്നു. കൃഷ്ണനിൽ നിന്നും ഭഗവത് പ്രതിനിധികളായ പ്രാമാണികരിൽ നിന്നും കേട്ടറിയേണ്ടതാണ് വേദസന്ദേശം. ഇവിടെ കൃഷ്ണൻ ഈ വിഷയങ്ങളെ അത്യന്തം വിശകലനം ചെയ്താണ് പ്രതിപാദിക്കുന്നത്. ഇതിൽ നിന്നാണ് ഒരാൾ കേട്ട് ഗ്രഹിക്കേണ്ടത്. പന്നികളെപ്പോലെ കേട്ടതുകൊണ്ട് മാത്രമായില്ല, പ്രാമാണികരിൽ നിന്ന് അത് മനസ്സിലാക്കുകയും വേണം. കാൽപ്പനികങ്ങളായ ഊഹോപോഹങ്ങൾ നടത്തണമെന്നില്ല. ജീവസത്തകളെല്ലാം എപ്പോഴും പരമപുരുഷനായ ഭഗവാന് അധീനരാണെന്ന സത്യം ഭഗവത്ഗീതയിലൂടെ വിനയപുരുഷരം കേട്ടറിയുക. ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ വേദോദ്ദേശം ഗ്രാഹ്യമാവുകയുള്ളൂ എന്നതാണ് ഭഗവത് മതം. മറ്റാർക്കും വേദോദ്ദേശം അറിയില്ല. ഭജതി എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഭഗവത് സേവനത്തോട് ബന്ധപ്പെടുത്തി ഈ വാക്ക് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരാൾക്ക് തികച്ചും കൃഷ്ണാബോധം ഉണ്ടെങ്കിൽ, ഭഗവത് സേവനത്തിൽ തൽപരനാണെങ്കിൽ അയാൾക്ക് വേദജ്ഞാനം പൂർണ്ണമായി ഉണ്ടെന്ന് മനസ്സിലാക്കാം. കൃഷ്ണന്റെ ഭക്തിയുത സേവനത്തിൽ മുഴുകിയവന് പരമനിരപേക്ഷ തത്വം മനസ്സിലാക്കുവാൻ മറ്റൊരു ആധ്യാത്മിക പ്രക്രിയയും ആവശ്യമില്ലെന്ന് വൈഷ്ണവ പരമ്പര പ്രസ്താവിച്ചിട്ടുണ്ട്. ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് അയാൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. വിവേകത്തിന്റെ പ്രാരംഭ പടവുകളെല്ലാം പിന്നിട്ടിരിക്കുന്നു. 100,000 ജന്മങ്ങൾ തത്വാന്വേഷണത്തിൽ ചെലവാക്കിയിട്ടും കൃഷ്ണൻ തന്നെ പരമപുരുഷനെന്നും അദ്ദേഹത്തിന് സ്വയം സമർപ്പിക്കണമെന്നുള്ള നിലപാടിൽ എത്താത്തവർക്കാകട്ടെ അത്രയും ജന്മങ്ങളിലെ തത്വാന്വേഷണവും അതിന് ചെലവാക്കിയ സമയവും പാഴായിപ്പോയത് തന്നെ. ശ്ലോകം 20. ഹേ പാപരഹിത, ഞാൻ ഇപ്പോൾ ഉപദേശിച്ച ഈ ജ്ഞാനം വേദഗ്രന്ഥങ്ങളിലെ അതിരഹസ്യമായ ഭാഗമാണ്. ഇതറിയുന്നവർ ബുദ്ധിശാലികളാവും. അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും. ഭാവാർത്ഥം: വേദഗ്രന്ഥങ്ങളുടെ എല്ലാം സാരസത്തെയാണ് ഈ ജ്ഞാനമെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. കൃഷ്ണൻ ഉപദേശിച്ചതുപോലെ തന്നെ വേണം ഇതിനെ ഉൾക്കൊള്ളുന്നതും. അങ്ങനെ ചെയ്യുന്നവർ ബുദ്ധിമാന്മാരാകും. അവർക്ക് തികഞ്ഞ ആധ്യാത്മിക ജ്ഞാനം ഉദിക്കുകയും ചെയ്യും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പരമപുരുഷന്റെ ഈ തത്വശാസ്ത്രം പഠിച്ചറിഞ്ഞ് ഭഗവത് സേവനം നിരതരാവുന്നവർക്ക് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ബാധയിൽ നിന്ന് ഒഴിയാം. ആധ്യാത്മികമായൊരു ജ്ഞാനത്തിന്റെ പ്രക്രിയയാണ് ഭക്തിപൂർവമായ ഭഗവത് സേവനം. അത് നടത്തുന്നിടത്ത് ഭൗതിക മാലിന്യം നിലനിൽക്കുകയില്ല. ഭഗവത് സേവനവും ഭഗവാനും ആധ്യാത്മികമായതുകൊണ്ട് ഒന്നു തന്നെ. ഭഗവാന്റെ അന്തരംഗ ശക്തിയിലാണ് ഭക്തിയുത സേവനം നടക്കുന്നത്. ഭഗവാൻ സൂര്യനും അജ്ഞാനം ഇരുട്ടുമാണ്. സൂര്യനുള്ളിടത്ത് ഇരുട്ടിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. വിശ്വാസിനായൊരു ആധ്യാത്മിക ഗുരുവിന്റെ ശരിയായ നേതൃത്വത്തിൽ ഭഗവത് സേവനം നടക്കുമ്പോൾ അജ്ഞാനത്തിന്റെ പ്രശ്നവും ഉദിക്കുന്നില്ല. ബുദ്ധിമാനും വിശുദ്ധനുമാവാനായി ഏതൊരാളും കൃഷ്ണാബോധം ഉൾക്കൊള്ളുകയും ഭഗവത് സേവനം അനുഷ്ഠിക്കുകയും വേണം. കൃഷ്ണനെ മനസ്സിലാക്കി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാത്തിടത്തോളം കാലം സാമാന്യ ദൃഷ്ട്യാ ബുദ്ധിമാനായിരുന്നാലും അയാളെ ആ നിലയ്ക്ക് അംഗീകരിക്കാൻ വയ്യ. ഇവിടെ അർജുനനെ കൃഷ്ണൻ അനഘ എന്നാണ് സംബോധന ചെയ്യുന്നത്. പാപമില്ലാത്തവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും വിമുക്തനായി കഴിയാതെ ഒരാൾക്ക് കൃഷ്ണനെ ശരിക്കും അറിയാൻ സാധ്യമില്ല എന്നുകൊണ്ടാണ് ഇത് ധ്വനിപ്പിക്കുന്നത്. എല്ലാത്തരം മാലിന്യങ്ങളിൽ നിന്നും എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തനായിട്ട് വേണം കൃഷ്ണനെ തികച്ചും അറിയാൻ. എങ്കിലും ഒരിക്കൽ ഭഗവത്സേവനത്തിൽ ഏർപ്പെട്ടാൽ മനുഷ്യൻ സ്വാഭാവികമായും പാപരഹിതന്റെ നിലയിൽ എത്തിച്ചേരും. അത്രമേൽ വിശുദ്ധവും വൈഭവമാർന്നത്രേ ഭക്തിയുത സേവനം. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ വിശുദ്ധ ഭക്തന്മാരോടൊപ്പം ഭഗവത് ഭക്തിയുത സേവനം അനുഷ്ഠിക്കുമ്പോൾ പാടെ വർജിക്കേണ്ടുന്ന ചില കൃത്യങ്ങളുണ്ട്. ഇവയിൽ സുപ്രധാനമായത് ഹൃദയ ദൗർബല്യമാണ്. ഭൗതിക പ്രകൃതിയെ കീഴടക്കണമെന്ന ആഗ്രഹമാണ് മനുഷ്യന്റെ അധപതത്തിന് ആദ്യത്തെ കാരണം. അത് ദിവ്യപ്രേമയുത ഭഗവത് സേവന രീതിയെ നശിപ്പിക്കുന്നു. ഭൗതിക പ്രകൃതിയെ കീഴടക്കാനുള്ള വാസന വളരുന്നതോടൊപ്പം ഭൗതിക പദാർത്ഥങ്ങളിലുള്ള ആസക്തിയും അത് നേടുവാനുള്ള മനോഭാവവും കൂടുന്നു എന്നതാണ് രണ്ടാമത്തെ മനോദൗർബല്യം. ഈ ദൗർബല്യങ്ങളിൽ നിന്ന് തന്നെ ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഉളവാകുന്നത്. ഈ അധ്യായത്തിലെ ആദ്യ ശ്ലോകങ്ങൾ 5ഉം ഇവയിൽ നിന്ന് സ്വയം മുക്തി നേടാനുള്ള പ്രക്രിയ വിവരിക്കുന്നു. 6-ാം ശ്ലോകം മുതൽക്കുള്ളവ പുരുഷോത്തമ യോഗത്തെ പ്രതിപാദിക്കുകയാണ്.
ഹരേ കൃഷ്ണ. ഇവിടെ 19ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വ്യോമമേവ അസമ്മൂഢോ, നമ്മൾ അസമ്മൂഢനായി മാറുന്നത് എപ്പോഴാണ്? കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് തിരിച്ചറിയുന്ന ആ നിമിഷം നമ്മൾ അസമ്മൂഢനായി സർവവിത്ത്, നമ്മൾ എല്ലാം അറിയുന്നവനായി മാറുകയാണ്. അങ്ങനെ എല്ലാം കൃഷ്ണനാണ്, പരമദിവ്യോത്തമ പുരുഷനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാം എന്തു ചെയ്യും? ഭജതി മാം സർവഭാവേന ഭാരത. ഭഗവാൻ നമ്മൾ എല്ലാ പ്രകാരത്തിലും, നമ്മുടെ ഏത് രീതിയിലും, ഊണിലും ഉറക്കത്തിലും എല്ലാ രീതിയിലും കൃഷ്ണനെ ഭജിക്കുന്ന പ്രക്രിയയാണ് ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് അറിഞ്ഞാലുള്ളത്. ഇതിനകത്ത് ശ്രീല പ്രഭുപാദര് 1ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം പറയുന്നത്, ഈ പല ഭഗവത്ഗീത വ്യാഖ്യാതാക്കൾ നിരപേക്ഷ തത്വവും ജീവാത്മാവും ഒന്നു തന്നെയെന്ന് വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു കെണിയാണ്. നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഞാനും ഈശ്വരനായി, നിങ്ങളെല്ലാം ഈശ്വരനായി, ഇത് എല്ലായിടത്തും പറയുന്നുണ്ട്. പല വ്യാഖ്യാതാക്കളും തെറ്റായി ധരിപ്പിക്കുന്നുണ്ട്. എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞു, നിങ്ങൾ ഇസ്കോൺകാർ കൃഷ്ണനെ വല്ലാതെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് ഇങ്ങനെ പറയുന്നു, ആക്ച്വലി അങ്ങനെയല്ല, നിങ്ങളാണ് വലിച്ചു നീട്ടുന്നതൊക്കെ പലരും പറയണ്ടായി. നമ്മൾ 15ാമത്തെ ശ്ലോകം മുതൽ, ഒരു കാര്യം 20ാമത്തെ ശ്ലോകമല്ലേ, 15ാമത്തെ ശ്ലോകം മുതൽ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പോയാൽ നമുക്ക് മനസ്സിലാവും ഭഗവാൻ വളരെ കൃത്യമായിട്ട് ആരാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറഞ്ഞേക്കണത്. പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണൻ തന്നെയാണെന്ന് നമുക്ക് പല യോഗങ്ങളുണ്ട്. ഈ യോഗം പരമദിവ്യോത്തമ പുരുഷ യോഗം. അപ്പോൾ ഭഗവാനായിട്ട് യോഗം ചേരുക എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ ഗ്രന്ഥം ഇതാണ് ഈ യോഗം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരായിട്ടോ അല്ലെങ്കിൽ നിരീശ്വരവാദിയായിട്ട് യോഗം ചേർന്ന അതൊരു യോഗം തന്നെയാണ്. പക്ഷെ ഈ യോഗം എന്താ ഇവിടെ പഠിപ്പിക്കുന്ന യോഗം? ഭഗവാനായിട്ട് കണക്ഷനുള്ള യോഗമാണ് പഠിപ്പിക്കുന്നത്. ആ യോഗമാണ് പരമദിവ്യോത്തമ പുരുഷ യോഗം. ഇപ്പൊ 15ാമത്തെ ശ്ലോകം വളരെ പ്രശസ്തമാണ് അല്ലെ. വേദൈച്ച സർവർ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദ്യേവ ചാഹം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഭഗവത്ഗീത വ്യാഖ്യാനമാണ്, ഇസ്കോണിന്റെ അല്ല അത്. അപ്പൊ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഇതിനെങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കിയൊക്കെ മനസ്സിലാകും. ഇപ്പൊ വേദങ്ങളാൽ വേദ്യനും ഞാനൊരുത്തൻ. അപ്പൊ വേദങ്ങളാൽ അറിയേണ്ടത് ആരെയാണ്? കൃഷ്ണനെയാണ് എന്ന് പറഞ്ഞ ആരാ? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തന്നെയാണ്. അപ്പൊ ഈ ഭഗവത്ഗീത യഥാരൂപം ശ്രീല പ്രഭുപാദര് വെറുതെ പറഞ്ഞതല്ല, ഇതിനകത്ത് ഉള്ളത് തന്നെയാണ്. ശരിക്കും സംസ്കൃത പണ്ഡിതനായിരുന്നു കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പിന്നെ പറയുന്നത് അദ്ദേഹം പറയുന്നത് വേദജ്ഞൻ വേദകൃത്തായതും ഞാൻ. വേദജ്ഞൻ, വേദത്തെ അറിയുന്നവനും വേദകൃത്തായതും ഞാൻ തന്നെയാണ്. ഇപ്പൊ ശുകദേവ ഗോസ്വാമി പറയുന്നുണ്ടല്ലോ ഒരു ഭാഗത്ത്, നമ്മുടെ ഭാഗവതം തുടങ്ങുന്ന സമയത്ത് ശുകദേവ ഗോസ്വാമി യത് ആധ്യാത്മ ദീപം സർവവേദ സാരം, അഖില സർവവേദ സാരം എന്ന് പറയുന്നത്, അതായത് ഭാഗവതത്തെ സർവവേദ സാരം അതിതീർഷിതം തമോ അന്തം സംസാരിണാം കരുണയാക പുരാണ ഗുഹ്യം. ഈ സംസാരിണാം എല്ലാവർക്കും കരുണയായിട്ട് ഈ പുരാണ ഗുഹ്യമായ സർവ്വവേദങ്ങളുടെയും സാരം, ആ അനുഭവം അഖില ശ്രുതി സാരമേക്കെന്ന് പറയുന്നത്. ശുകദേവ ഗോസ്വാമിയെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് അനുഭവത്തിലും എന്ത് മനസ്സിലായി? അഖില ശ്രുതി സാരം ഏകം. ആരെ അറിയണം? കൃഷ്ണനെ അറിയണം. ആ കാര്യം തന്നെയാണ് ഭഗവാൻ ഇവിടെ 15ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എക്സ്റ്റൻഷനാണ് 16, 17, 18, 19. അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് പഠിക്കാൻ കഴിയില്ല? വേദങ്ങൾ മുഴുവൻ പഠിക്കാൻ കഴിയില്ല. വേദങ്ങൾ മുഴുവൻ പഠിച്ചിട്ട് ചിലവർ എന്താ പറയുന്നത്? ഞാനും കൃഷ്ണനൊക്കെ ഒന്ന് തന്നെയാണ്, നമ്മളെല്ലാം ഒന്ന് തന്നെയാണെന്നാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ കൃത്യമായിട്ട് ആ വേദജ്ഞാനത്തെ ഭഗവത്ഗീതയിലൂടെ എല്ലാ വേദങ്ങളെയും വളരെ ചുരുക്കിയ ശ്ലോകത്തിലൂടെ ഭഗവാൻ ഈ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തരികയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 16ാമത്തെ ശ്ലോകത്തിലേക്ക് പോയാലോ. ദാ യുമോ പുരുഷൗ ലോകേ ക്ഷരാക്ഷ അക്ഷര ഏവച്ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്തു അക്ഷര ഉച്ചത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷരം അക്ഷരം എന്നുണ്ട് ലോകത്തിൽ പുരുഷദ്വയം. 2 തരത്തിലുള്ള ആളുകളാണ് ലോകത്തിലുള്ളത്. ഒന്ന് ക്ഷരം, 2 അക്ഷരം. ക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിക്കുന്നത്, അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്. അപ്പൊ ഈ ചില ആധ്യാത്മിക ആചാര്യന്മാരെന്ന് പറയുന്നവർ പറയാ ഈ അക്ഷരമായി നമ്മൾ തീർന്ന ആരായി? ഈശ്വരനായി എന്നാണ് അവർ പറയണത്. നമ്മളും കൃഷ്ണനും ഒന്നായി. കാരണം അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തതാണ്, അച്യുതൻ എന്ന് പറഞ്ഞാൽ നശിക്കാത്തതാണ്, കൃഷ്ണൻ നശിക്കാത്തതാണ്, നമ്മളും നശിക്കാത്തതാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നായി. അതുകൊണ്ട് കൃഷ്ണനും ഒന്നാണ്, ഞാനും ഒന്നാണ്. അങ്ങനെ ആര് പറയും? ഈ അവരുടെ സ്ഥലത്ത് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ തൊട്ടടുത്ത വരിയിൽ നോക്കൂ, അങ്ങനെയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ക്ഷരമീ സർവഭൂതങ്ങൾ. ക്ഷരം എന്ന് പറയുന്നത് ഈ ഭൗതിക പ്രപഞ്ചത്തിലെ എല്ലാ ആൾക്കാർക്കും നാശമുള്ളതാണ്. കൂടസ്ഥോ പരമക്ഷരം. ആധ്യാത്മിക ലോകത്തിലുള്ള അവരാരാണ്? അവർക്ക് ഒരിക്കലും നാശമില്ല. ഈ കൂടസ്ഥോ ഭഗവാന്റെ ഈ തത്വങ്ങളുമായിട്ട് ആധ്യാത്മിക ലോകമായിട്ട് ഒന്നിച്ചു ചേരുന്നവർ, ഒന്നായി ചേർന്നവർ, ആരാണെന്ന് പറയാൻ നാശമില്ലാത്ത പറഞ്ഞത്. ഈ അദ്വൈതവാദികൾ എന്ത് പറയും? നമ്മൾ ഒന്നാണെന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം എന്താ? രൂപമില്ല.
നമ്മൾ ഒന്നായി കഴിഞ്ഞു, വെള്ളം വെള്ളത്തിലേക്ക് അങ്ങനെയല്ല. അപ്പം നമ്മൾ ഒരു ഒരു പ്രസ്ഥാനത്തിലോ എന്തെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോരോ ഡ്യൂട്ടീസ് ഉണ്ട്, വ്യത്യസ്തമായ ഡ്യൂട്ടീസ്. ഒരേ ലക്ഷ്യത്തിൽ പണിയെടുക്കുന്നവർ നമ്മൾ പറയും നമ്മളൊന്നാണ്, നമ്മൾ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ. നമ്മൾ സ്വാതന്ത്ര്യ സമരകാലത്തും ഗാന്ധിജി നമ്മൾ ഒന്നാണെന്ന് പറഞ്ഞാൽ ആരുടെ രൂപം ഒന്ന് എല്ലാവരും ഗാന്ധിജിയായി മാറിയെന്നല്ല, നമ്മൾ ഒറ്റക്കെട്ടാണ്, ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഭഗവാന്റെ ഈ ഭക്തിയുത സേവനം ചെയ്യുന്ന എല്ലാവരും അവരുടെ രീതി എന്താ? ഭഗവാനെ സദാസമയം ഈ കീർത്തനത്താലും ഭഗവത് സേവനത്താലും മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ്. അതാണ് അക്ഷരം എന്ന് പറയുന്നത്. കൂടസ്ഥൻ പരമമക്ഷരം. പിന്നെ അടുത്തതോ, ഉത്തമ പുരുഷൻ വേറെ പരമാത്മാവെന്നവൻ ലോകത്രയും നിറഞ്ഞിട്ട് കാക്കും അവ്യൻ ഈശ്വരൻ. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ അക്ഷരം, ഉത്തമ പുരുഷൻ വേറെയാ. അപ്പൊ ഭഗവാൻ ആദ്യം പറയുന്നത് ക്ഷരവും അക്ഷരവും, നശിക്കുന്നവരും നശിക്കാത്തവരും ഉണ്ട്. രണ്ട് തരത്തിൽ ഈ ലോകത്തിൽ ആൾക്കാരുണ്ട്, പക്ഷെ വേറൊരാളാണ് ഭഗവാൻ എന്ന് ഇവിടെ പറയാണ്. ഉത്തമ പുരുഷൻ വേറെ. ആ കാര്യം നമ്മൾ പഠിക്കണം. അത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും പറഞ്ഞിരിക്കുക, ഭഗവാൻ ശ്രീലപ്രഭാതരാണ് പറഞ്ഞിരിക്കുന്ന കാര്യത്തെ തന്നെ അദ്ദേഹവും അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. എന്നിട്ട് ലോകത്രയം നിറഞ്ഞിട്ട് കാക്കും അവയൻ ഈശ്വരൻ. ആരാണ് ഈ ലോകത്തെ നിറഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തെ കാക്കുന്നത്? കൃഷ്ണനാണ്, അവനാണ് ഈശ്വരൻ പരമാവ്. എന്നിട്ട് തൊട്ടടുത്ത ശ്ലോകം എന്താണ്? 17 കഴിഞ്ഞു 18. യസ്മാത് അക്ഷരമതീതോ അഹം അക്ഷരമാധവിച്ചോത്തമ അതോ അസ്മി ലോകേ വേദേച്ച പ്രതിത പുരുഷോത്തമ. അപ്പൊ പിന്നെ അടുത്ത ശ്ലോകം അതിപ്രധാനം. ക്ഷരത്തെയും കടന്നിട്ട് അക്ഷരത്തെക്കാളും ഉത്തമൻ. അപ്പൊ ക്ഷരത്തെയും കടന്നു, നാശമുള്ള സർവഭൂതങ്ങളെയും കടന്നു, അക്ഷരത്തെയും കടന്നു, നാശമില്ലാത്തവരെയും കടന്നിട്ട് ആരാണുള്ളത്? ക്ഷരത്തെയും കടന്നിട്ട് അക്ഷരത്തെക്കാളും ഉത്തമൻ, ആ ഉത്തമനായ പുരുഷൻ. അപ്പൊ ശ്രീലപ്രഭാതർ പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണൻ എന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ വാക്കുകളെ വീണ്ടും നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് പലരും പറയും കൃഷ്ണ വേറെ അല്ല. നമ്മളോട് പറയാം നിങ്ങൾ 15ാമത്തെ അധ്യായം പഠിക്കൂ. അധ്യായത്തിന്റെ പേരെന്നെ എന്താ? പുരുഷോത്തമ യോഗം. അപ്പൊ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറഞ്ഞത് ഭഗവാനാണ്. അല്ലാണ്ട് ഡിസ്കോണുള്ളവർ ആരെങ്കിലും എക്സ്ട്രാ നീട്ടി വലിച്ചതല്ല. യഥാർത്ഥ കാര്യം ഞങ്ങൾ പറയുന്നു. അതുകൊണ്ടാണ് ഭഗവത്ഗീത യഥാരൂപം പഠിക്കണമെങ്കിൽ എന്തു പഠിക്കണം? ശ്രീലപ്രഭാതരുടെ ഈ ഭഗവത്ഗീത പഠിക്കണമെന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടണം. അത് അവർ പറയുമ്പോൾ നമുക്ക് ഈ വേറെ ആൾക്കാരുടെ ഭഗവത്ഗീത വ്യാഖ്യാനം അതാണ് ശ്രീലപ്രഭാതർ പറയുന്നത്, തെറ്റായി ധരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ നമ്പരാൻ്റെ അടുത്ത് നോക്കിക്കോളാൻ പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ക്ഷരത്തെയും കടന്നിട്ട് അക്ഷരത്തെക്കാളും ഉത്തമൻ ലോകത്തിൽ ഞാൻ ഇതുമൂലം പുകഴുന്നവൻ പുരുഷോത്തമൻ. കണ്ടോ, ഭഗവാൻ തന്നെ പറയുന്നു ഞാൻ ഇതുമൂലം ലോകത്തിൽ പുകഴ്പെറ്റവനാണ്. ഭഗവാൻ ആരാണ്? പുരുഷോത്തമനാണ്. അപ്പോൾ പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളത് ഏതെങ്കിലും ഒരു സംഘടനയുടെ ഇസ്കോൺ സംഘടനയുടെ സൃഷ്ടിയല്ല. ഭഗവാൻ സ്വയം അർജുനന് പറഞ്ഞു കൊടുക്കുകയും അർജുന അതുപോലെ ഏറ്റുപറയും. ആ ശിഷ്യ പരമ്പരയിൽ വരുന്നത് കൊണ്ടാണ് നമ്മളും കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് മനസ്സിലാക്കുകയും സർവ്വവിധത്തിലും നമ്മളോട് ഭജിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നത്. അപ്പം ഈ കാര്യം നമ്മളത് പഠിച്ചു. പിന്നെ മറ്റൊന്ന് പറയുന്നത് വെച്ചാൽ തൊട്ടടുത്ത ശ്ലോകത്തിൽ നമ്മളോട് പോകുന്നത് ഭഗവാനെ അറിയുന്നതിന് നമ്മളോട് പറയുന്നത് മയാനക. അർജുനനെ വിളിക്കുന്ന പേര് മയാനക എന്നാണ്. പാപരഹിതനെ എന്നാണ് വിളിക്കുന്നത്. നമ്മളോട് പറയുന്നില്ലേ യേശാം തു തൊന്തബോഹ ആ ഭാഗം പറയുന്നില്ലേ പാപം തു അന്തഗതം പാപം ജനാനാം. ഭഗവാൻ 7ാം അധ്യായത്തിൽ പറയുന്നുണ്ട് സർവ്വ പാപങ്ങളും നമ്മുടെ നശിച്ചിട്ട്. ശ്രീലപ്രഭാതരോട് പറയുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ പാപത്തിൻ്റെ ഏതെങ്കിലും മാലിന്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റില്ല? നമുക്ക് ഭഗവാനെ ഭജിക്കാൻ. തൊന്തമോഹ നിർമ്മിത്ത ഭജതിസ സർവ്വഭാവന. ഭഗവാനെ എല്ലാ ഭാവത്തിലും ഇവിടെ പറയുന്ന പോലെ ഭജിക്കണമെങ്കിൽ അർജുനനെ ഈ പേര് വിളിച്ചത്, ഈ സമയത്ത് വിളിച്ചത് വളരെ അർത്ഥവത്തായിട്ടാണ്. മയാനക, നമ്മളിൽ വന്നുകൂടിയിരിക്കുന്ന പാപചിന്തകളെ എല്ലാം അകറ്റി ദൂരെ വിട്ടാൽ മാത്രമാണ് കൃഷ്ണനെ ഭജിച്ചുകൊണ്ട് ആ ഭജനക്രിയയിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നാണ് ഭഗവാൻ 20ാമത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയത്രയും ഇത്തിരി വേഗത്തിൽ പോകാൻ 12-ാമത്തെ നമുക്ക് ഇതിനോടനുബന്ധിച്ചിട്ട് നമുക്ക് ഭഗവാനെ സർവ്വവിധത്തിലും ഭജിക്കുന്നതിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് ചൈതന്യ ചരിതാമൃതത്തിൽ നിന്നൊരു ഭാഗം പറയും. ചൈതന്യ ചരിതാമൃതത്തിൽ സാർവഭൗമ ഭട്ടാചാര്യർ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോട് പറയും പ്രതാപരുദ്ര മഹാരാജാവ് ഉണ്ട്. ഈ പ്രതാപരുദ്ര മഹാരാജാവിന് അവിടുത്തെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവിടെ നിന്ന് ഒരു ദർശനം നൽകണം എന്ന് പറയും. അപ്പോൾ 2 ചെവിയും പൊത്തിക്കൊണ്ട് മഹാപ്രഭു പറയും നീ എന്ത് വർത്തമാനാണ് പറയുന്നത്? ഈ ഒരു രാജാവിനെ ഒരു സന്യാസിയായി ഞാൻ കാണുകയില്ല.
നീ ഇതുപോലത്തെ വർത്തമാനം പറഞ്ഞാൽ ഞാൻ ഇവിടം വിട്ടു പോകും. എൻ്റെ സാർവഭൗമ മേലിൽ നീ എന്നോട് പ്രതാപരുദ്ര രാജാവിനെ കാണണമെന്ന് പറയരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, ഒരു രാജാവിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ നിലനിൽക്കുക, സ്ത്രീ ആസക്തരാണ് രാജാവ്. അപ്പോൾ രാജാവുമാർക്ക് അതിൽ 5ഉം 6ഉം പന്തിമാരും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ കൊട്ടാരങ്ങളിലുമൊക്കെ അവരങ്ങനെയുള്ള ആ ഒരു ക്ഷത്രിയ ഗുണത്തിൽ വരുമ്പോൾ ഐശ്വര്യങ്ങളോടൊരു ആസക്തി ഉണ്ടാവും. അപ്പോൾ ഒരു രാജാവിനോ ഒരു ഭക്തനോ ഇത്തരം ഭൗതികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളുടെ സേവ പിടിക്കുക എന്നൊക്കെ പറയും. അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടട്ടെ എന്നോർത്തിട്ട് അവിടെ ചെന്ന് നിൽക്കാതിലൊക്കെ നമുക്ക് അതിന് ഭക്തി നശിച്ചു പോകും. നമ്മുടെ ആഗ്രഹം എന്താണ്? അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാനാണോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു സന്യാസിയോ ഒരു ഭക്തനോ വിഷയികളുമായ പുരുഷനോ സ്ത്രീയോ ആയിട്ടോ യാതൊരു കാരണവശാലും ബന്ധപ്പെടരുത്. ത്യജ്യ ദുർജന സംഘം എന്നാണ് പറയണത്. ദുർജന സംഘത്തെ നമ്മൾ ത്യജിക്കേണ്ടതുണ്ട്. അപ്പം അതിനകത്ത് ശ്രീല പ്രഭാതർ ചന്ദ്രചലനത്തിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അടിയിൽ പറയുന്നുണ്ട്. ഓരോ ഭക്തൻ നമ്മുടെ മനസ്സിൽ 6 ശത്രുക്കൾ, കാമക്രോധ ലോപമോഹാദികൾ. ഈ ശത്രുക്കൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ആധ്യാത്മികമായിട്ട് വളർന്നു എന്ന് ധരിച്ചാലും ഏത് സമയത്താണ് ഇവൻ പിടികൂടി താഴെ ഇടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ കോൺഷ്യസ് ആയിട്ട് ഓരോ സ്റ്റെപ്പും വയ്ക്കണം. ഇപ്പം നമ്മൾ പാടത്തൊക്കെ പോവുകയാണെങ്കിൽ വരമ്പ് വയ്ക്കും. കാലത്ത് തന്നെ കർഷകർ പോയിട്ട് നല്ല ചെളി അങ്ങോട്ട് തേച്ച് വെക്കും. ചെളി അങ്ങോട്ട് തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ട പോലും ഉണ്ടാവില്ല. ഈ പാടത്തെ വെള്ളം തൊട്ടപ്പുറത്തെ പാടത്തേക്ക് ഒഴുകി പോകില്ല. ആ സമയം എവിടെയെങ്കിലും ഒരു ചെറിയ കമ്പിയുടെ ഒരു ഓട്ട ഈ വരമ്പിനുണ്ടെങ്കിൽ ഈ വെള്ളം ആ ഓട്ടയിലൂടെ ഊർന്നു പോകും. അതുകൊണ്ടാണ് പറയണത്, നമുക്ക് എന്തെങ്കിലും ഒരു ദുർഗുണം ഉണ്ടെങ്കിൽ നമ്മുടെ ഭക്തിയുത സേവനം ആ ഓട്ടയിലൂടെ ഒഴുകിപ്പോകും. ചിലപ്പോൾ ബാക്കി ഒരുപാട് സൽഗുണം ഉണ്ടാവും. ഒരു ദുർഗുണം മതി ആധ്യാത്മിക ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. ഭൗതിക ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ വല്ല പേരും പ്രശസ്തി കിട്ടുമായിരിക്കാം, പറ്റിക്കാൻ പറ്റുമായിരിക്കാം. ഇപ്പോൾ അധ്യാപകർ മദ്യപിക്കും, സിഗരറ്റ് വലിക്കും ഒക്കെ ചെയ്യും. പക്ഷെ നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന അധ്യാപകരുണ്ടാവും. അത് ഭൗതിക ജീവിതത്തിലാണ്. പക്ഷെ ആധ്യാത്മിക ജീവിതത്തിൽ അവർക്ക് ഒന്നും നേടാനും കഴിയില്ല. അത് നാശത്തിലേക്കായി പോകും. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് മയാനക എന്ന് അർജുനെ വിളിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓരോ വ്യക്തിയും ഇത്തരത്തിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ശ്രീല പ്രഭുപാദർ ഈ ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ഭക്തിയുത സേവനത്തിൽ മുന്നേറുമ്പോൾ പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ, ഈ രാമാനന്ദരായർ എന്ന് പറയുന്ന മഹാഭക്തൻ അപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് വരും. അടുത്തു വരുമ്പോൾ രാമാനന്ദരായ മഹാപ്രഭു ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. അപ്പോൾ രാമാനന്ദരായർ പറയും, മഹാപ്രഭു അവിടുന്ന് എന്നോട് പറഞ്ഞില്ലേ സർക്കാർ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് നീ ഇവിടെ ജഗന്നാഥൻ്റെ സേവയിലും ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഈ ജോലിയൊക്കെ ഉപേക്ഷിക്കാനായിട്ട് മഹാരാജാവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായി. അപ്പോൾ മഹാരാജാവിനോട് പറഞ്ഞു, അല്ലെങ്കിൽ മഹാരാജാവെ, ഞാൻ ഈ ജോലിയൊക്കെ ഉപേക്ഷിച്ച് മഹാപ്രഭുവിൻ്റെ സേവനത്തിന് പോവുകയാണ്, അതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കാൻ അനുവദിക്കണം എന്ന് പറയും. ഉടൻ തന്നെ രാജാവ് അത് കേട്ട് മഹാപ്രഭുവിൻ്റെ പേര് കേട്ടോടുകൂടി അവിടുന്ന് ചാടി എഴുന്നേറ്റ് ഓടിച്ചെന്ന് രാമാനന്ദരായരെ കെട്ടിപ്പിടിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ രാജാവിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാണ്. അയ്യോ രാമാനന്ദ, നീ എത്ര പുണ്യവാൻ, നീ ഈ ജോലി ഉപേക്ഷിച്ച് പൊക്കോളൂ, നീ ഭഗവാന്റെ സേവനത്തിന് പോകൂ. അത് ആ ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല. നിനക്ക് ഞാൻ പൂർണ്ണ ശമ്പളം പെൻഷനായിട്ട് നൽകുന്നു. സാധാരണ പെൻഷനായിട്ട് കിട്ടുന്ന എത്രയാ? പകുതിയായിരിക്കും. നമ്മുടെ അവസാന ശമ്പളത്തിൻ്റെ ഒക്കെ പകുതിയേ കിട്ടുള്ളൂ. ഇവിടെ പറഞ്ഞാൽ എന്താ, നിന്റെ മുഴുവൻ ശമ്പളവും ഞാൻ തരാം, നിനക്ക് എല്ലാ ചെലവും തരാം, നീ ചെയ്യുന്നത് മഹത്തായ കൃത്യമാണ്, അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. കാരണം പ്രതാപരുദ്രരാജന് അഭിമുഖ ദർശനം ചൈതന്യ മഹാപ്രഭു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഇത് കൊടുക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ എന്തായി? അദ്ദേഹം പറഞ്ഞു, എനിക്ക് അടുത്ത ജന്മത്തിലെങ്കിലും രാമാനന്ദ ചിലപ്പോൾ കിട്ടുമായിരിക്കും അല്ലേ, എനിക്ക് ചൈതന്യ മഹാപ്രഭുവിനെ ഒന്ന് കാണാൻ കഴിയുമായിരിക്കും അല്ലേ, അദ്ദേഹം കൃഷ്ണൻ തന്നെയാണ്, നന്ദമഹാരാജൻ്റെ പുത്രനാണ്, യശോദമാതാവിൻ്റെ പുത്രനാണ് മഹാപ്രഭു എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ രാമാനന്ദരായർ പറഞ്ഞു, അല്ലയോ പ്രതാപരുദ്ര മഹാരാജാവിന് എത്ര ഭക്തിയാണെന്നറിയോ, എനിക്ക് അതിൻ്റെ ഒരു കണം പോലും ഇല്ല, ആയതിനാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പം ആ ഒരു ഇത് പറയാണ് പ്രതാപ. അപ്പം തന്നെ മഹാപ്രഭു പറഞ്ഞു, രാമാനന്ദ, നിന്നെ സ്നേഹിച്ച, നിനക്ക് ഇതെല്ലാം നൽകിയ ആ പ്രതാപരുദ്രരാജൻ മഹാഭാഗ്യവാൻ തന്നെ. അവന് ഉടനെ കൃഷ്ണന്റെ അനുഗ്രഹവും സാമീപ്യവും ലഭിക്കും. അപ്പം തൊട്ടുമുമ്പ് സാർവഭട്ടാചാര്യർ വന്ന് പറഞ്ഞപ്പോൾ, കിട്ടില്ല, നീ പറയരുത്, ഞാൻ ചെവി കുത്തിപ്പിടിച്ച് ഇവിടുന്ന് ഓടിപ്പോവും, ജഗന്നാഥപുരിയും ഓടിപ്പോവും, പ്രതാപരുദ്രരാജാവിൻ്റെ സാമീപ്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ രാമാനന്ദരോട് പറയാണ്, അവൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ സേവിച്ചു. അപ്പം ഭഗവാൻ എന്നിട്ട് പറയുന്നുണ്ട് അതിനകത്ത്, അർജുനനോട് പറയുന്നൊരു ശ്ലോകം, പ്രധാനപ്പെട്ട ശ്ലോകം, എൻ്റെ ഭക്തരല്ല എൻ്റെ ഭക്തര്, മറിച്ച് എൻ്റെ ഭക്തരുടെ ഭക്തരാണ് എൻ്റെ ഭക്തർ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാനെ നമ്മൾ സർവ്വഭാവനെ എങ്ങനെ ഭജിക്കുമ്പോൾ ഒരു നല്ല ഭക്തനെ കണ്ടാൽ നമുക്ക് അവരെ സേവിക്കാൻ കിട്ടുന്ന ആ ഒരു അവസരവും പാഴാക്കരുത്. അതാണ് ഭഗവാൻ കൗണ്ട് ചെയ്യുന്ന ഒന്നാം കാര്യം. അപ്പോൾ രാമാനന്ദരായരെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അപ്പോൾ സർവ്വഭാവേന ഭജതി കൃഷ്ണ. ചില ആളുകൾ പറയണത്, അമ്പലത്തിൽ പോയി കൃഷ്ണന് മാത്രം ആരതി വയ്ക്കും, ഭക്തന്മാരെ കണ്ട അവനാര്, അവരെ അങ്ങോട്ട് മാറ്റി വിടും, അവരെ മൈൻഡ് ചെയ്യാതൊക്കെ പോയി കളയും.
അപ്പൊ അതുകൊണ്ടാണ് പ്രഭുപാദർ നമ്മൾ തീർത്ഥസ്ഥലത്ത് ചെന്നിട്ട് മഹാഭക്തരെ കണ്ടില്ല, അവരെ സേവിച്ചില്ല, അവരുടെ അടുത്ത് നമ്മൾ ഒന്നും നൽകിയില്ല, എന്തില്ല, പ്രയോജനമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം കാരുണ്യം, ആ ഭഗവത് ഭക്തരോട് ഉള്ള ആ സാമീപ്യം, അവരെ നമുക്ക് കഴിയുന്നത്ര അവരെ വീട്ടിലേക്ക് വിളിച്ചു. പ്രഭുപാദർ പല സ്ഥലത്തും പറയുന്നുണ്ട്, വീട്ടിൽ വിളിച്ച് മഹാഭക്തർ വരും, അവർക്ക് പ്രസാദവും അതെല്ലാം കൊടുക്കാൻ കഴിയുക. ഇതൊക്കെ നമ്മുടെ പാപങ്ങളൊക്കെ നശിച്ചു പോയിട്ട്, അതാണല്ലോ നാരദ മഹർഷി അങ്ങനെ ആയത്. അദ്ദേഹത്തിൻ്റെ അമ്മ ഈ വിശിഷ്ടായ വ്യക്തികൾക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം നൽകുമായിരുന്നു, അവരെ പ്രസാദം കഴിക്കുമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കുന്നതിന് എളുപ്പ വഴിയാണ് എന്ത്? ഭഗവാന്റെ ഭക്തരെ, ഭഗവാന്റെ സേവ ചെയ്യുന്നവരെ സേവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഭഗവത് കാര്യത്തിന് വേണ്ടിയിട്ട് 24 മണിക്കൂർ നടക്കുന്നവർക്ക് ഒരു ആശ്വാസപരമായി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ ഒക്കെ ഭഗവാനെ ഭജിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ചൈതന്യചരിതാമൃതത്തിൽ പറയുന്നത്. പിന്നെ ഞാൻ സമയം കുറച്ചായി, പെട്ടെന്നാണ് പറയാം. നമ്മുടെ കുന്തിമാതാവിൻ്റെ ഒരു ഇതുണ്ട്, കുന്തിമാതാവിൻ്റെ ഭക്തി, അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതറിയാൻ പറ്റും. കുന്തിമാതാവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, വിപദ സന്തു തത് ശാശ്വത് തത്ര തത്ര ജഗദ്ഗുരു ഭവതോ ദർശനം യശാത് ആ പുനർഭവ ദർശനം. ഈ ശ്ലോകം തന്നെ വളരെ പ്രാസയുക്തമായിട്ടും, അതായത് വിപദ സന്തു, വിപത്തുകൾ എനിക്ക് ശാശ്വതമായി ഭവിക്കട്ടെ കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ച കുന്തിമാതാവ്. വിപദ സന്തു ശാശ്വത്, എനിക്ക് എപ്പോഴും ആപത്ത് വരട്ടെ കൃഷ്ണ. അപ്പോഴെന്താ, എനിക്ക് ആപത്ത് വരുമ്പോൾ എപ്പോഴും കൃഷ്ണനെ വിളിക്കുമ്പോൾ കൃഷ്ണൻ എപ്പോഴും ഇവിടെ ഉണ്ട്. എന്നിട്ട് പറഞ്ഞു ഭവതോ ദർശനം യസ്യാത്, ഭവതോ ദർശനം യസ്യാത്, അങ്ങയുടെ ദർശനം എന്ന് പറഞ്ഞാൽ അതാണ് യസ്യാത്. അപുനർഭവ ദർശനം. അപ്പൊ എന്താ വീണ്ടും നമുക്ക് ദർശനം ഉണ്ടാവില്ല. എന്ത് ദർശനം ഉണ്ടാവില്ല? ഈ ഭൗതിക ലോകത്തെ ദർശനം ഉണ്ടാവില്ല. അതാണ് ഭവതോ ദർശനം യസ്യാത് അപുനർഭവ ദർശനം. ഇത് പ്രാസവും ജീവിതത്തിൽ പകർത്തുവാണ്. ഭഗവാനെ കണ്ടാൽ എന്ത് കാണണ്ട? സംസാര സാഗരം കാണണ്ട. അപ്പൊ അത്തരത്തിൽ നമ്മൾ ആരെങ്കിലും ആപത്ത് ഇനി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമോ? നമുക്ക് നമ്മളെ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റും. ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജ് പറഞ്ഞ കാലത്ത് തന്നെ ചൂലുകൊണ്ട് നമ്മുടെ ഹൃദയത്തെയാണ് അടിക്കേണ്ടത്, വൈകിട്ടും നമ്മൾ ചെരുപ്പ് കൊണ്ട് നമ്മുടെ ഹൃദയത്തെ അടിക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെയാണ് നമ്മൾ ഓരോ നിമിഷവും കഴുകി കളയേണ്ടത്. ഇവിടെ കണ്ടില്ലേ കുന്തിമാതാവിന്റെ ആ ഭക്തി കണ്ടില്ലേ? വിപത്ത് സന്തു ശാശ്വത്, വിപത്ത് എപ്പോഴും ശാശ്വതമായി വന്നു ഭവിക്കട്ടെ. ഇപ്പൊ ചില ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ചർച്ച ഉണ്ടായെന്ന് വെച്ചാല്, ഭാരതത്തിലെ ഭഗവത്ഗീതയിലൊക്കെ സ്ത്രീകളെ താളപടിയിലാണ് സ്ത്രീയോ വൈശ്യ ശൂദ്ര എന്ന് പറയുന്ന 9 അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ല. കുന്തിദേവിയുടെ പ്രാർത്ഥന കണ്ടില്ലേ? കുന്തിദേവിയുടെ ആ പ്രാർത്ഥനയ്ക്ക് ഒരു അധ്യായം മാറ്റി വെച്ചതിനെയാണ്. ഈ കുന്തി മാതാവ് ഈ പറയുന്ന ഈ ഒരു ശൂദ്രഗണത്തിൽ എന്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ ഇവര് എന്തുകൊണ്ടാണ് ശൂദ്രഗണത്തിൽ സ്ത്രീകളെ പെടുത്തിയിരിക്കുന്നത് ഭഗവത്ഗീതയിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വൈശ്യോ സ്ത്രീയോ ശൂദ്ര എന്ന് പറയുന്ന ഭാഗം ചൊല്ലിക്കൊണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള മറുപടി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതായത് അത് ജന്മൈശ്വര ശ്രുത ശ്രീബിർ ഏതമാന മതപൂമാൻ ന ഏവ അർഹതി അഭിതാതും വൈ ത്വം അകിഞ്ചന ഗോചരം. അതായത് ജന്മൈശ്വര ശ്രുതി, നമുക്ക് ജനിച്ചത് വലിയ വീട്ടിലാണ്, ഐശ്വര്യം ധാരാളം ഉണ്ട്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കുന്തിമാതാവ് പറയാണ്, ഭഗവാനെ അല്ലയോ ഗോവിന്ദ കൃഷ്ണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കില്ല. ഈ ഐശ്വര്യത്തിൽ മതിമറന്ന് ഇനിയും ഐശ്വര്യം എന്ന് പറഞ്ഞ് അവർ നടക്കും. അതുകൊണ്ട് അവരിൽ നിന്ന് ഇതെല്ലാം പോകണം. ഈ എല്ലാ ഐശ്വര്യങ്ങളും പോകുമ്പോൾ ഗോവിന്ദ അവിടുന്ന് മാത്രമല്ല എന്നുള്ള ആ ശരണാഗതി ഭക്തി എനിക്ക് അപ്പോഴാണ് വരുള്ളൂ. അതുകൊണ്ട് എൻ്റെ എല്ലാം എടുത്തോളാനാണ് പറയുന്നത് കുന്തിമാതാവ്. അകിഞ്ചന ഗോചരം എന്നാണ് പറഞ്ഞത് കുന്തിമാതാവ് പറഞ്ഞത്. ഭൗതികമായ എല്ലാം എടുത്തുകൊള്ളൂ. പിന്നെ പറയുന്ന അടുത്ത വിശേഷമായാണ്, അതവിശേഷ വിശ്വാൻമാൻ വിഷമൂർത്തി സുഖേഷുമേ സ്നേഹഭാഷം ഇമം ചിന്തി ധൃതം പാണ്ഡുഷു വൃഷ്ണിഷു. അപ്പൊ ഭഗവാനോട് വിളിക്കുകയാണ്, അതവിശേഷ, കൃഷ്ണനെ വിളിക്കുകയാണ്, അങ്ങ് വിശ്വത്തിന്റെ ഈശ്വരനാണ്. വിശ്വാൻമാൻ, വിശ്വത്തിന്റെ ആത്മാവാണ്, സോൾ ഓഫ് ദ യൂണിവേഴ്സ്. അവിടുന്ന് പ്രപഞ്ച ആത്മാവാണ്. വിശ്വമൂർത്തി, അങ്ങ് വിശ്വത്തിന്റെ മൂർത്തിമത്ത് രൂപം എന്താണ്? അത് കൃഷ്ണനാണ്. വിശ്വമൂർത്തി സ്വകേഷുമേ എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം, എനിക്കുള്ള ബന്ധം. സ്വകേഷുമേ സ്നേഹപാശം, സ്നേഹം കൊണ്ട് കെട്ടിയിട്ടേക്കാണ്. ആരുടെ അടുത്ത്? സ്വകേഷുമേ, സ്വത്തുക്കളുടെ അടുത്ത്, സ്വന്തക്കാരുടെ അടുത്ത്. എന്നിട്ട് അടുത്ത് പറയുന്നത് ധൃതം പാണ്ഡുഷു വൃഷ്ണശ്രീ, സ്നേഹപാശം ഇമം ചിന്തി, എനിക്ക് ഈ പാണ്ഡുക്കളുടെയും പാണ്ഡുഷു വൃഷ്ണിഷു, പാണ്ഡുപുത്രന്മാരോടുള്ള എൻ്റെ സ്നേഹപാശത്തെ അറുത്തു തരൂ കൃഷ്ണ. വൃഷ്ണികുലത്തോടുള്ള എൻ്റെ സ്നേഹപാശത്തെ അറുത്തു തരൂ. അപ്പൊ നോക്ക്, ഒരു അമ്മ സ്വന്തം മക്കളോടുള്ള ആ സ്നേഹപാശത്തെ അറക്കാൻ പറയാണ്. വൃഷ്ണികുലത്തിനോടും പാണ്ഡുകുലത്തിനോടുള്ള എൻ്റെ സ്നേഹപാശത്തെ കൃഷ്ണ അവിടുന്ന് അറുത്തു തരൂ. അപ്പോൾ അത് ഭക്തിയുടെ ഏറ്റവും ഉദാത്ത തലത്തിൽ കുന്തിമാതാവ് എത്തി. അപ്പൊ അതുകൊണ്ടാണ്
കുന്തി മാതാവ് അവിടെ എത്തി സ്ത്രീ വൈശ്യ ശൂദ്ര എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഈ എന്തോ സാധാരണ സ്ത്രീകൾക്കാണ് ഈ ബന്ധങ്ങളെ മുറിക്കാൻ ബുദ്ധിമുട്ടെന്നാണ് പറയുന്നത്. അവര് ആ സ്നേഹപാശത്തെ മുറിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ശൂദ്ര ഗുണം എന്ന് പറയുന്നതും ഈ ഭൗതിക വസ്തുക്കളുടെ ആസക്തിയായിരിക്കും. ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളരെ കാലം, ഒരു മാസമൊക്കെ വേണ്ടി വിഷമിച്ചിരിക്കും. ചിലപ്പോൾ ചെറിയൊരു കാർമ ഒരു പോറൽ വീണ ഒരു മാസത്തേക്ക് വിഷമമായിരിക്കുക. അത് അയ്യോ, അവ നിസ്സാര വസ്തുക്കളിൽ വളരെ വിഷമം, ആസക്തി ഉണ്ടാകുക. ഇതിനെയാണ് ശൂദ്ര ഗുണം. അതുകൊണ്ടാണ് അർജുനോട് ഭഗവാൻ തുറക്കം പറഞ്ഞത്, കുതാസ്തു കശ്മലമിതം അർജുന പാർത്താന്ന് പറയുന്നിട്ട് അനാര്യജുഷ്ടം ആ സ്വർഗ്യം അകീർത്തികരം അർജ. അനാര്യജുഷ്ടം, ആര്യ സ്വഭാവം അല്ലാത്ത ഈ സ്വഭാവം നിനക്ക് എവിടെ നിന്ന് വന്നു ചോദിച്ചേ. അപ്പൊ ശൂദ്ര സ്വഭാവം ഇവിടെ ആര്യനും ദ്രാവിഡനായിട്ട് ആൾക്കാർ തിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആര്യ ദ്രാവിഡ തിരിക്കലില്ല. ഈ അനാര്യ സ്വഭാവം എന്ന് പറയുന്നത് അർജുനൻ അവിടേക്ക് എന്ത് സ്വഭാവം അവിടെ കാണിച്ചത്? അർജുനൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ബന്ധുക്കളോട് ആസക്തി വെച്ചു. അപ്പൊ ഇവിടെ രണ്ട് ധർമ്മമുണ്ട് മനുഷ്യന്, താൽക്കാലിക ധർമ്മവും പരമമായ ധർമ്മവും ഉണ്ട്. പരമമായ ധർമ്മം കൃഷ്ണന് സർവ്വധർമാൻ പരിത്യജ്യ മാമേക ശരണം പ്രജ. താൽക്കാലിക ധർമ്മം, ഇപ്പം നമ്മളൊരു ടീച്ചറാണെങ്കിൽ അവിടെ പഠിപ്പിക്കേണ്ട ധർമ്മമുണ്ട്. എന്നുപോലെ അർജുനൻ ഇവിടെ ക്ഷത്രിയനാണ്. അപ്പൊ ആ ഒരു ധർമ്മത്തിന് പിന്നോട്ട് പോകുന്ന ഒരു എന്ത് കാര്യം ചെയ്താലും അതൊരു അനാര്യജുഷ്ടമാണ്, ആര്യ സ്വഭാവമല്ല, കീർത്തി വരുന്ന സ്വഭാവമല്ല. അപ്പൊ അവിടെയാണ് അർജുനനോട് പറഞ്ഞത്, നിനക്കിത് എവിടെ നിന്ന് വന്നു? അനാര്യജുഷ്ടം, അല്ലാണ്ട് ആര്യനോ ദ്രാവിഡനോ തെക്കും വടക്കും എന്നുള്ള യുദ്ധമല്ല. ഇതൊക്കെ നമ്മൾ തെറ്റായി പഠിപ്പിക്കുന്നുണ്ട്. അത് ജനങ്ങളെ വിഘടിപ്പിക്കാനാണ്. നമ്മുടെ സ്വഭാവത്തെ സംസ്കരിച്ച് ഭഗവാന്റെ പാതാരബന്ധികളിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവത്തിനെയാണ് ആര്യ സ്വഭാവം എന്ന് പറയുന്നത്. കുന്തി മാതാവ് അതുകൊണ്ട് സ്ത്രീകളുടെയോ പുരുഷന്റെയോ ആളല്ല. കുന്തി മാതാവ് ഭക്തരിൽ അഗ്രഗണ്യരാണ്. അതുകൊണ്ടാണ് കുന്തി മാതാവിനെ ഇത് പറയുന്നത്, സ്നേഹപാശം ധൃതമീ, ഈ ഇവിടെ ദൃഢമായിരിക്കുന്ന എൻ്റെ സ്നേഹപാശത്തെ മുറിച്ചു തരൂ എന്ന് പറയുന്നത് ഭഗവാനോട്. എന്നിട്ട് പറഞ്ഞത് തൊയ്യമേ അനന്യ വിഷയ, അങ്ങാണ് എൻ്റെ എല്ലാ വിഷയവും. തൊയ്യമേ മതിർ മധുപതേ അസകൃത്, മതി ബുദ്ധി എൻ്റെ എവിടെ പോകണം? മധുഹൃത്, മധുവിൻ്റെ ഭഗവാനിൽ എപ്പോഴും തുടർച്ചയായി, അസകൃത് എന്നാ പറയണേ, തുടർച്ചയായിട്ട് ഒഴുകട്ടെ കൃഷ്ണ അവിടുത്തെ പാതാരബന്ധങ്ങളിലേക്ക് എൻ്റെ ഭക്തി പുഴയായി. ഗംഗേയവം ഓഘം എന്നാ പറയണേ. ഗംഗ എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് പോലെ കൃഷ്ണ തൃപ്പാദങ്ങളിലേക്ക് എൻ്റെ ഭക്തി അങ്ങോട്ട് ഒഴുകട്ടെ എന്നാണ് കുന്തി മാതാവ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, നമുക്ക് ഭക്തി ചെല്ലുന്നതിന് ഈ സ്നേഹഭാഷമാകുന്ന ആ കെട്ടിനെ നമ്മൾ പയ്യെ എന്നല്ലെങ്കിൽ നാളെ മുറിക്കേണ്ടതുണ്ട്. ഭക്തന്മാരെ സേവ ചെയ്താൽ എന്തായി, നമുക്ക് ഭഗവാനെ സേവിക്കുന്ന മാർഗങ്ങളായി. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ്. ഞാനിപ്പോൾ സമയം തന്നെ 1 മണിയായതുകൊണ്ട് ഓടിച്ച് പറയും, 1:04. ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ ഭജതി സർവഭാവേന ഭാരത, ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സർവഭാവത്തിലും നമുക്ക് ഭഗവാനെ എങ്ങനെയൊക്കെ ഭജിക്കാമെന്ന് നമുക്ക് ഭാഗവതത്തിലും ചൈതന്യ ചരിതാമൃതത്തിലും നിരവധി ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ പഠിച്ചും ഭഗവാന്റെ തിരുനാമ ജപം ജപിച്ചും, കലിയുഗത്തിൻ്റെ വിശിഷ്ടമാണല്ലോ ഭഗവാന്റെ തിരുനാമ ജപം. ആ തിരുനാമ ജപത്തിലൂടെ ഭഗവാനിലേക്ക് എത്താൻ നമുക്ക് പ്രാപിക്കാനും നമുക്ക് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ നിർത്താണ്. നമുക്ക് ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ